സൂപ്പർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, നല്ല മൂവി. നല്ല ക്ലൈമാക്സ്, തിയേറ്ററിൽ തന്നെ കാണണം. നല്ല ക്ലൈമാക്സ്, സൂപ്പർ, അടിപൊളി അടിപൊളി. ത്രില്ലറാണ്. ഫുൾ ടൈം എൻഗേജ് നല്ലൊരു പടമാണ്. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. എന്തായാലും ഇതിൽ അഭിനയിച്ചേക്കുന്ന എല്ലാ പുതുമുഖങ്ങളും കുറേ പേരൊക്കെ ഉണ്ട്. പിന്നെ കുറേ നമുക്ക് പരിചയമുള്ള അഭിനേതാക്കളുണ്ട്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു കമ്പ്യൂട്ടർ യുഗം, അതായത് ഇപ്പോഴത്തുള്ള ഇൻഫോ പാർക്ക് പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ അതിൻ്റെ ഒരു എംഡിക്ക് വരുന്ന ഒരു ആകസ്മികമായിട്ടുള്ളൊരു മരണം, അത് നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണുക. എന്നാൽ അതിനെക്കുറിച്ചുള്ള ഇത് ഞാൻ പറഞ്ഞതിൻ്റെ ഇത് രസം കളയുന്നത്. അതിൽ നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതിൻ്റെ ഡയറക്ഷൻ ക്യാമറയൊക്കെ നന്നായിട്ടുണ്ട്. എല്ലാവരും വന്ന് തിയേറ്ററിൽ കാണുന്ന നല്ലൊരു പടമാണ്. പടം നന്നായി വന്നിട്ടുണ്ട്. ഒരു പ്രേക്ഷക എന്ന രീതിയിൽ ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു ത്രില്ലിംഗ് അടിച്ച മൂവിയാണ്. അതെല്ലാവർക്കും കാണാൻ പറ്റും. ഭയങ്കര രസമായിട്ടുണ്ട്. എല്ലാ ടെക്നിക്കൽ സൈഡും നേരത്തെ പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. എന്നാലും പ്രേക്ഷകർ എന്ന് പറയുകയാണെങ്കിൽ എല്ലാവരിലേക്കും എത്തുന്ന സംഭവമാണ്. പെർഫോമൻസ് വൈസ് ആയിട്ടും ടെക്നിക്കൽ എല്ലാ സൈഡും, മേക്കിംഗ് സൈഡാണെങ്കിലും സ്ക്രിപ്റ്റ് വൈസ് ആയിട്ടാണെങ്കിലും എല്ലാ രീതിയിലും എല്ലാവരും കണക്ട് ആവുന്ന മൂവിയാണ്. എല്ലാവരും കാണണം. ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ട് വന്നിട്ട് തീർച്ചയായിട്ടും തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം തിയേറ്റർ മൂവിയാണ്. കുഴപ്പമില്ല, പക്ഷേ സബ്ജക്റ്റ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് സാധാരണക്കാർക്ക് അത്ര തോന്നുന്നില്ല. നല്ലൊരു കഥ, സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഇറ്റ്സ് എ ന്യൂ മൂവി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മേക്കിംഗ് ഉണ്ട്. എല്ലാവരും കാണണം എന്ന് തന്നെയാണ് ഐ ബിലീവ്. നോട്ട് ബിക്കോസ് അതിൻ്റെ ഭാഗം ആയതുകൊണ്ട്, പക്ഷേ അല്ലെങ്കിലും അതിൻ്റെ മേക്കിംഗ് ഇസ് എക്സെപ്ഷണൽ. എഡിറ്റിംഗ്, മ്യൂസിക് എന്നുള്ള നല്ലതായിരുന്നു. എല്ലാവരും കണ്ടിട്ട് എല്ലാവർക്കും ഇത് അഭിപ്രായമാണ് തന്നെയാണ്. നമ്മുടെ കൂടെയുള്ള ഹനു ഇതിനകത്ത് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൻ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്.